അതിദരിദ്രർ അപ്രത്യക്ഷരായോ എന്നായിരുന്നു ചോദ്യം. സുജയ, അതിദരിദ്രർ അപ്രത്യക്ഷമായി എന്ന് ഞാൻ കരുതുന്നില്ല. അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് സഹായങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അപ്രത്യക്ഷരായി എന്ന് ഞാൻ കരുതുന്നില്ല എന്നതാണ് എൻ്റെ മറുപടി. കാരണം അതിദരിദ്രർ ആയ ആളുകൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ തുടരുന്നുണ്ട്. അല്ലാതെ അവരെ ആരും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ ഉത്തർപ്രദേശിലേക്കോ ഒന്നും പറഞ്ഞയച്ചിട്ടൊന്നുമില്ല. ആ ആളുകളെ കണ്ടെത്തി ആ കണ്ടെത്തിയ 64,000 ആളുകളിൽ അതിൽ തന്നെ ചില ഡിലീഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. 4,421 ഈ 64,006 എന്ന് പറയുമ്പോൾ 64,006 യൂണിറ്റ്സ് ആണ്, കുടുംബങ്ങളാണ്. അതിൽ ഒരാൾ മാത്രമുള്ളതുണ്ട്, 2 പേർ മാത്രമുള്ളതുണ്ട്. അങ്ങനെയുള്ള യൂണിറ്റ്സ് ആണ്. അതിൽ തന്നെ 4,421 യൂണിറ്റ്സ് ഇല്ല. ആ 4,421 പേർ അത് ഒരാൾ മാത്രം ഉണ്ടായിരുന്നതാണ്. അവർ മരിച്ചു എന്നുള്ളതാണ് കണക്ക്. നാടോടികളായിട്ടുള്ള 261 അതും ഇതിൽ നിന്ന് ഡിലീറ്റഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഫൈനൽ ടാലി 59,277 ആണ്. അപ്പോൾ ഇത്രയും പേരെ കണ്ടെത്തി അവസാനത്തെ 0 ആയപ്പോഴാണ് ഈ ഒരു പ്രഖ്യാപനം ഞങ്ങൾ അത്രയും സിൻസിയറായി നടത്തുന്നത് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ഒരു നട്ട്ഷെല്ലായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പൊതു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷവുമായി തർക്കിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ഒരു പൊതു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇനി ആ കണക്കുകളിൽ ഉപചോദ്യങ്ങൾ വരുമെന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷേ നാളെ മുതൽ തന്നെ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തിയ കേരളത്തിൽ ഇതാ നിങ്ങൾ നോക്കൂ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് വരിക. കാരണം മാധ്യമങ്ങൾ ഇതുവരെ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ പോകുന്നത് അല്ലെങ്കിൽ അത് തപ്പി കൊണ്ടുവരാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം ആ വാർത്തകളുടെ എല്ലാം ലീഡ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപനം നടത്തിയ കേരളത്തിൽ ഇന്നയിടത്ത് ദാരിദ്ര്യമുക്തരാക്കാലോ. ബീഹാർ അല്ല, അതിദരിദ്രരില്ലാത്ത കേരളത്തിലെ അതിദരിദ്രരെ ഇതാ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. പി ആർ സുനിൽ അറിയാമല്ലോ ഈ വാർത്തകളുടെയൊക്കെ ഒരു ലീഡ് ഫിക്സിംഗ് എങ്ങനെയാണെന്ന്. അപ്പോൾ ബീഹാറിൽ പി ആർ സുനിലും ആദിൽ പാലോടും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരും അങ്ങനെയുള്ള സ്റ്റോറീസ് കൊണ്ടുവരും. റിപ്പോർട്ടറിലടക്കം വന്നു തുടങ്ങിയതായി നേരത്തെ മാഡം ഇവിടെ കോട്ട് ചെയ്യുകയും ചെയ്തല്ലോ. അപ്പോൾ ആ ആളുകളൊക്കെ ആരാണവർ? അതിനുള്ള മറുപടി തദ്ദേശ മന്ത്രി എം വി രാജേഷും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ നൽകേണ്ടതുണ്ട്. അപ്പോൾ എം വി ഗോവിന്ദൻ തദ്ദേശ മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങി, പിന്നീട് എം വി രാജേഷിലൂടെ തുടർച്ച വന്നിട്ടുള്ള ഈ 4.5 വർഷക്കാലത്തെ ഈ കണക്കെടുപ്പ്, ആ കണക്കെടുപ്പിനുമേൽ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച ആ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. ആ ഒരു സൂപ്പർ ചെക്കൊക്കെ നടത്തി ഉണ്ടാക്കിയ ഈ ഒരു വലിയ കണക്ക്, ആ കണക്കിലൂടെ 0യിലേക്ക് എത്തിയെന്ന് മുഖ്യമന്ത്രി ഇന്ന് പൊതുപ്രഖ്യാപനം നടത്തിയതിന് ശേഷം ഈ കണ്ടെത്തുന്ന ആളുകളൊക്കെ പിന്നെ ആരാണ്? അവർ കേരളത്തിലുള്ളവരല്ലേ? അവർ അതിദരിദ്രരല്ലേ? അവർ തന്നെ പറയുന്നു ഞങ്ങൾ അതിദരിദ്രരാണ്, ഞങ്ങൾ ഒരു പട്ടികയിലും പെടുന്നില്ല, ഞങ്ങൾക്ക് ഒരു പദ്ധതിയും കിട്ടുന്നില്ല. അപ്പോൾ അവരാരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഒരു ബാധ്യതയെങ്കിലും, ഒരു മിനിമം ബാധ്യതയെങ്കിലും ഈ സർക്കാരിന് ബാക്കി നിൽക്കുന്നുണ്ട്. അതാണ് ഈ ഉപചോദ്യങ്ങളിന്മേലുള്ള ഉത്തരമായി ഇനി വരേണ്ടത്. അല്ലാതെ ഞങ്ങൾ കണ്ടെത്തിയതാണ് ശരി, ഇത് മാത്രമേ ഉള്ളൂ, ഇനിയില്ല എന്ന് പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കുന്നതിനപ്പുറം ഇങ്ങനെ ചില മനുഷ്യർ, അതായത് ഇന്നിപ്പോൾ അവിടെ നിവേദനവുമായി ഒരു സ്ത്രീ വന്നു എന്നതടക്കം അങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ സഹായം ആവശ്യമുള്ള ആളുകൾ ഇനിയും ഉണ്ടാകാം. കാരണം എല്ലാ കണക്കുകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔപചാരികമായി അല്ലെങ്കിൽ നമ്മൾ ഔദ്യോഗികമായി നടത്തുന്ന വിവരശേഖരണത്തിൽ ഇപ്പോൾ ഒരു എന്യൂമറേഷൻ ഫോം കൊണ്ടുപോയി അതിനകത്തെല്ലാം രേഖപ്പെടുത്തി അങ്ങനെയൊന്നും കണ്ടെത്തുന്നത് മാത്രമല്ലല്ലോ, പല തലത്തിലുള്ള സമിതികൾ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ ജീവിതത്തോട് മല്ലടിക്കുന്ന കിടപ്പാടത്തിന് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒക്കെയായിട്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യർ ധാരാളം കേരളത്തിൽ ബാക്കിയുണ്ടാകാം. ഈ 64,006 യൂണിറ്റുകൾക്കപ്പുറം അത് ബാക്കിയുണ്ടാകാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം പട്ടിണിയാണ്, ഭക്ഷണമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരും ഉണ്ടാകാം കേരളത്തിൽ. അതൊരു റിയാലിറ്റി ചെക്ക് നടത്തേണ്ട കാര്യമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ മമ്മൂട്ടി പറഞ്ഞ ഒരു വാചകം, ദാരിദ്ര്യം ഇല്ലാതെയാകണം, ദാരിദ്ര്യം എന്നിങ്ങനെയുള്ള 2 പട്ടികകളെ പെടുത്തിക്കൊണ്ട് അതിന്മേലുള്ള തർക്കങ്ങൾ, അതായത് AAY പദ്ധതിയിൽപ്പെട്ട ഈ കാർഡ് ഉടമകൾ അവരെങ്ങനെയാണ് ഇതിൽ നിന്ന് പട്ടികയിൽ നിന്ന് പുറത്തായത്? അതായത് ഈ സൗജന്യ റേഷൻ വാങ്ങുന്ന 5.92 ലക്ഷം മഞ്ഞക്കാർഡ് ഉടമകൾ അവർ ദരിദ്രരാണോ അതിദരിദ്രരാണോ? അതാണ് പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഉയർത്താൻ ഉള്ള ഏക ചോദ്യം എന്ന് പറയുന്നത്. അവർ ദരിദ്രരായാലും അതിദരിദ്രരായാലും അവരുടെ ജീവിതാവസ്ഥ മാറുന്നുണ്ടോ എന്നതാണ് കേരളം നടത്തേണ്ട റിയാലിറ്റി ചെക്ക് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. കാരണം അതിദരിദ്രരാണ് അവർ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർക്ക് ഈ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ഈ അതിദരിദ്രരെ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഡാറ്റാബേസിൽ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിലവിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ വിവിധ കാരണങ്ങളാൽ ഒഴിവായി പോയവർ. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് AAY എന്ന കേന്ദ്ര പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ അന്നയോജന പദ്ധതി എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനായി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിദരിദ്രം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഇവർ വരില്ല. അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട യൂണിറ്റുകളാണ് ഈ 64,006 എന്ന് പറയുന്നത്. അപ്പോൾ ആ യൂണിറ്റുകളിൽപ്പെട്ടവർക്ക് ഈ AAYയിൽ അവർ അംഗങ്ങളല്ല. അതായത് ഈ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന 5.92 ലക്ഷം മഞ്ഞ കാർഡ് ഉടമകളിൽ പെട്ടവരല്ല ഈ 64,006 പേർ എന്നതാണ് നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് വസ്തുതയാകുമോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം, അതായത് തനിക്ക് സഹായങ്ങളില്ല അല്ലെങ്കിൽ തനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങിയെടുക്കാനോ കഴിവില്ലാത്ത ആളുകൾ, നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെയുള്ള അശരണരായിട്ടുള്ള ആളുകളുണ്ട്. ആരും നോക്കാനില്ലാത്തവർ, അഗതികൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ മനുഷ്യർക്ക് അവർക്ക് ഒന്നും ഇതുവരെ
ഇതുവരെ നേടിയെടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല പല കാരണങ്ങളാൽ. അപ്പോൾ അവരെയും കൂടി ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമാക്കാൻ സാധിക്കാതെ പോയത് ഒരു മാറി മാറി വന്ന സർക്കാരുകളുടെയും ഒരു ഉത്തരവാദിത്തമില്ലായ്മ തന്നെയാണ്. കാരണം അവർ ഒരു പദ്ധതിയിലും പെടാതെ ഈ 64,006 ആളുകൾ നമുക്കിടയിൽ ജീവിക്കുകയായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. അപ്പോൾ ഈ ദുരിത ജീവിതം ഇങ്ങനെയൊക്കെ നയിക്കുന്ന മനുഷ്യരാണ് അതിദരിദ്രർ. അല്ലാതെ ഈ 5.92 ലക്ഷം മഞ്ഞക്കാർഡ് ഉടമകളല്ല അതിദരിദ്രർ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അതിജീവനത്തിന് വേണ്ടി ഇവർക്ക് സർക്കാർ ഒരുക്കി കൊടുക്കുന്ന കാര്യങ്ങൾ, അത് ഈ പറയുന്ന പട്ടികയിൽ നിന്ന് ഇവരെ പുറത്തു കടത്തി അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അതിനൊരു തുടർച്ച വേണം. അതിപ്പോൾ ഈ സർക്കാർ തന്നെ തുടരുകയാണെങ്കിലും അഥവാ പ്രതിപക്ഷത്തുള്ള മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിലും ഇതിനൊരു തുടർച്ച എന്തൊക്കെ കാര്യങ്ങളിൽ വേണം? ഇവർക്ക് ഒന്നുമില്ലാത്തവരാണ്. ഭക്ഷണം, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ പരിരക്ഷ, അവർക്ക് സുരക്ഷിതമായ താമസ സ്ഥലങ്ങൾ, പലർക്കും ഒറ്റയാൾ മാത്രമുള്ള യൂണിറ്റുകളുമുണ്ട്. ഈ 64,006 എന്ന് പറയുന്ന എല്ലാം വലിയ കുടുംബങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അവർക്ക് പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് അതിന് തുടർ സഹായങ്ങൾ ആവശ്യമുള്ളവരാണ്. അപ്പോൾ ആ തുടർ സഹായത്തിന് സർക്കാരിന്റെ പദ്ധതി എന്താണ് എന്നുള്ളത് വിശദീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ നിലവിലത്തെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം എന്താണ് ദീർഘവീക്ഷണത്തോടെ ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതി, അതും കൂടി പ്രഖ്യാപിച്ചിട്ട് വേണം ഈ സർക്കാർ ഇറങ്ങിപ്പോകാൻ. കാരണം അല്ലാത്ത പക്ഷം അവരൊരു പട്ടികയിലേ ഉണ്ടാക്കിയുള്ളൂ, അതിന്റെ ബാക്കി ഞങ്ങൾ ചെയ്യേണ്ടല്ലോ എന്ന് ഇനി എങ്ങാനും UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവർക്ക് പറഞ്ഞൊഴിയാൻ കഴിയും. അപ്പോൾ ഈ അതിദരിദ്രർ വീണ്ടും അതിദരിദ്രരായി മാറും. അപ്പോൾ 5.92 ലക്ഷത്തിൽ ഇവരുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ മാത്രമായിട്ട് ഈ വിഷയം മാറുകയും ചെയ്യും. ഇവിടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ചെക്ക് നടത്തിയിട്ടില്ല പൂർണ്ണമായും എന്നുള്ളതാണ്. അതായത് ഈ പെടാതെ പോയ മനുഷ്യരെ ചിലപ്പോൾ ഈ ആദിവാസി വിഭാഗങ്ങളിൽ എപ്പോഴും പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ കേരളത്തിന്റെ ബജറ്റ് അനുസരിച്ച് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആദിവാസിക്ക് 17,946 രൂപയാണ് വിവിധ ഫണ്ടുകളിലൂടെ അനുവദിക്കുന്നത്. അപ്പോൾ 4,26,208 ആദിവാസികളുണ്ട്. ഈ കഴിഞ്ഞ ബജറ്റിലും 661 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതി വിഹിതം അവരിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഈ പ്രൊമോട്ടർമാരടക്കം ചൂണ്ടിക്കാട്ടുന്ന വിഷയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രഖ്യാപിക്കും, പക്ഷേ അത് മാതൃശിശു മരണനിരക്ക് കുറയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ അട്ടപ്പാടിയിലടക്കം ഈ ഫണ്ട് കിട്ടാതെ വരുന്നതിനെക്കുറിച്ച് നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം. അപ്പോൾ ഈ ഫണ്ടുകൾ അവരിലേക്ക് എത്താത്ത ഒരു സാഹചര്യം അവർക്കുണ്ട്. അതിനെയാണ് അവർ ഈ ബുദ്ധിമുട്ടായി ചൂണ്ടിക്കാട്ടുന്നത്, അല്ലെങ്കിൽ ആദിവാസികളെ അവഗണിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആദിവാസികൾക്കായി കൃത്യമായി ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. അവരും ഈ അതിദരിദ്രർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് ആദിവാസി വിഭാഗങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം അവർക്കായി ഫണ്ട്, അതുപോലെ തന്നെ ബജറ്റ് വിഹിതം നീക്കിവെക്കുന്നുണ്ട്. ഈ അതിദരിദ്രർക്കായി പ്രത്യേക ഒരു ബജറ്റ് വിഹിതം കഴിഞ്ഞ ബജറ്റിൽ, അതായത് അതിദരിദ്രരെ ദാരിദ്ര്യമുക്തമാക്കുന്നതിനായിട്ടുള്ള പദ്ധതിക്കായി നീക്കിവെക്കുന്നതിനപ്പുറം ഈ ഒരു കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഇവർക്കായി ഇവരുടെ ഫർദർ ഡെവലപ്മെന്റിന് വേണ്ടി, കാരണം ഇവർ ഈ ഒരു പട്ടിണിയിൽ നിന്ന് പുറത്തു കടന്നു, പിന്നെ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് അലോക്കേഷൻ, അങ്ങനെ ഒരു ഫ്രാഗ്മെന്റേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബജറ്റിൽ. കാരണം ദാരിദ്ര്യമുക്തമാക്കുക അല്ലെങ്കിൽ അതിദാരിദ്ര്യമുക്തമാക്കുക അതൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് കഴിഞ്ഞു, ഇറ്റ്സ് ഡൺ. ഇനി അതിനുശേഷമുള്ളത് എന്താണ്, ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണ് എന്നുള്ളത് സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഒരു ക്ലാരിറ്റി കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഡിവൈഡിങ് ദ ലൈൻ ബിറ്റ്വീൻ ദ പൂർ ആൻഡ് ദ പൂറസ്റ്റ് ഓഫ് ദ പൂർ, അത് കൃത്യമായിട്ട് സർക്കാർ പറയണം. എന്നാൽ മാത്രമേ ഈ ആശങ്ക നീങ്ങുകയുള്ളൂ. അല്ലാതെ മഞ്ഞക്കാടിന്റെ കാര്യം പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കും, മഞ്ഞക്കുറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ. അപ്പോൾ ഈ മഞ്ഞ ഒരു പ്രശ്നമാണ് എന്തായാലും. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ കൃത്യമായി ഏതാണ് ആ ലൈൻ, ആ ഡിവൈഡിംഗ് ലൈൻ ബിറ്റ്വീൻ പൂർ ആൻഡ് പോറസ്റ്റ്, അത് കൃത്യമായിട്ട് സർക്കാർ പറയണം എന്നുള്ളതാണ്. അല്ലാതെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഉള്ള കേന്ദ്ര സഹായം കൂടി ഇല്ലാതാക്കി ഈ AI വേണ്ട എന്ന രീതിയിലേക്ക് പറഞ്ഞു ഇത് കൊണ്ടുചെന്ന് എത്തിക്കരുത്. AI വേറെയാണ്, അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്നത് വേറെയാണ്. രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് എൻ്റെ ടേക്ക്. Meet the editors.